Then he bowed down in the ground and put his face between his knees. ആഹാബ് ഭക്ഷിച്ച് പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന് മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തന്റെ ബാല്യക്കാരനോട് പറഞ്ഞു. Why the details? He put his head between his knees. തന്റെ മുഴങ്കാലുകൾക്കിടയിൽ അവൻ തല വെച്ചു എന്ന് പറയാൻ എന്താ കാര്യം എന്നറിയാമോ? Because women understand this. Getting your head between your knees means getting into the birthing position. മുട്ടുകൾക്കിടയിൽ തല കുനിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ സഹോദരിമാർക്ക് അത് കുറച്ചുകൊണ്ട് നന്നായി മനസ്സിലാക്കും. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുമ്പോൾ അവരുടെ പൊസിഷനാണത്. It's a birthing position. ജന്മം കൊടുക്കുന്ന ഒരു പൊസിഷനാണത്. Elijah got into a birthing position. Hallelujah, my God. എന്ന് പറഞ്ഞാൽ ഏലിയാവ് ജന്മം കൊടുക്കാൻ വേണ്ടി ഇരുന്നു എന്നാണ് അതിനർത്ഥം. That means he began to labor in the spirit. He began to labor in prayer. ആത്മാവിൽ പ്രയത്നിക്കാൻ ആരംഭിച്ചു എന്ന്. He began to labor in prayer for what he heard in the spirit. അവൻ ആത്മാവിൽ കേട്ടതിനെ അത് പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ ആത്മാവിൽ പ്രയത്നിച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. Some people here tonight are getting into a birthing position. ഇന്ന് രാത്രി ആരെയോ ദൈവം അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. Some of you are getting ready to birth your Samuel. നിങ്ങൾ ആരോയൊക്കെ നിങ്ങളുടെ മക്കൾ അവൻ ശമൂവേലിന് ജന്മം കൊടുക്കാൻ ഇന്ന് രാത്രി ദൈവം ആരെയോ തയ്യാറാക്കുകയാണ്. Somebody is getting ready to give birth to your miracle, your healing, your deliverance, your blessing, your breakthrough, your joy, your peace, your children's salvation, your husband's salvation, your wife's salvation, your father's healing, your mother's healing, your job, your blessing, your breakthrough, your business. Somebody is getting into a birthing position. ഇന്ന് രാത്രി ദൈവം ആരെയോ പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ആരുടെയോ രക്ഷയ്ക്ക് വേണ്ടി, ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ മടങ്ങിവരവിന് വേണ്ടി, മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ബിസിനസ് മേഖലയിലുള്ള അനുഗ്രഹത്തിന് വേണ്ടി, ആത്മാക്കളുടെ പെരുപ്പത്തിന് വേണ്ടി ദൈവം ഇന്ന് രാത്രി ആരെയോ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. ആരും മടുക്കാത്ത തരത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുള്ള ഒരു ജയത്തിന് വേണ്ടി ഈ രാത്രി പ്രാർത്ഥനയുടെ ആത്മാവിനെ ദൈവം ആരെയോ മേൽ പകരുകയാണ്. കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിച്ചോട്ടെ. Look at verse 43. 43ാമത്തെ വചനം നോക്കിക്കേ. Not only did he get into a position of prayer, but verse 33, he said to his servant, go up now, look toward the sea. Just stop there. അവിടെ ബാല്യക്കാരനോട് അവൻ പറയുകയാണ്, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. Stop there. He said, go and look toward the sea. നീ പോയി കടലിന് നേരെ നോക്കണം. Why look toward the sea? എന്തിനാണ് കടലിന് നേരെ നോക്കേണ്ടത്? Why look toward the sea? എന്തുകൊണ്ട് ആ കടലിന് നേരെ നോക്കണം? Because the sea in the Bible represents the word of God. കാരണം സമുദ്രം ദൈവത്തിന്റെ വചനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. In other words, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ Elijah is saying, ഏലിയാവ് പറയുകയാണ്, get your eyes off the problem and get your eyes on the promise. നിന്റെ പ്രശ്നത്തിൽ നിന്ന് കണ്ണെടുത്ത് നിന്റെ വാഗ്ദത്തത്തെ നോക്കാൻ. Get your eyes off the problem and get your eyes on the word. പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണ് പറിച്ചു മാറ്റിയിട്ട് നിന്റെ വാഗ്ദത്തത്തിലേക്ക് നീ നോക്കുക. Tell your neighbor, get your eyes on the word. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, വചനത്തിലേക്ക് നോക്ക. Get your eyes on the word. വചനത്തിലേക്ക് കണ്ണുകൾ പറിച്ചു നടുക. Get your eyes off the prophet, get your eyes off the pastor, get your eyes off the evangelist, get your eyes off the apostle. Get your eyes on the word. പ്രവാചകന്മാരുടെ മേൽ, പുരോഹിതന്മാരുടെ മേൽ, ശുശ്രൂഷക്കാരുടെ മേൽ നോക്കുന്ന നോട്ടം മതിയാക്കിയിട്ട് ഇന്ന് രാത്രി നിന്റെ ശ്രദ്ധ ദൈവ വചനത്തിലേക്ക് പോകണം. Hear me tonight. Hallelujah. Get your eyes on the word. വചനത്തിലേക്ക് നോക്കുക. And the Bible says, ദൈവവചനം ബാക്കി ഇങ്ങനെ പറയുന്നു, he went up and looked and said, there is nothing. അവൻ പോയി നോക്കിയിട്ട് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. He came to Elijah and said, I'm looking, but I don't see any evidence of an answer to your prayer. അവൻ ഏലിയാവിനോട് പറയുകയാണ്, ഞാൻ നോക്കി, പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമൊന്നും കണ്ടില്ല. Elijah just keeps on praying. ഏലിയാവ് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Listen, ശ്രദ്ധിച്ചേ, if you want to get an answer to your prayer,
never give up. പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാത്രി ശ്രദ്ധിക്കണമേ, പ്രാർത്ഥന അവസാനിപ്പിക്കരുത്, വിട്ടുകളയരുത്, തുടർമാനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. If you don't see it the first time, don't stop looking at the word. Look at it again. Go and look at it again. Go and look at it again. Go and look at it again. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം വചനത്തിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ വിടുതൽ നടന്നില്ലെങ്കിൽ, നിങ്ങളുടെ അത്ഭുതം കണ്ടില്ലെങ്കിൽ, നിങ്ങളുടെ അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിൽ മടുക്കരുത്. വീണ്ടും വചനത്തിലേക്ക് നോക്കുക, വീണ്ടും മുഴങ്കാലിൽ ഇരിക്കുക, വീണ്ടും വചനത്തിൽ നോക്കുക, വീണ്ടും മുഴങ്കാലിൽ ഇരിക്കുക. ആ അനുഗ്രഹം അവിടെ ഉണ്ട്, അത് കിട്ടുക തന്നെ ചെയ്യും. Keep looking at the word. ദൈവവചനത്തെ തുടർമാനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. Because heaven and earth shall pass away, but not one of my words shall fail. കാരണം ദൈവത്തിന്റെ വചനം തന്നെ അത് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾക്ക് മാറ്റമുണ്ടാകുകയില്ല. My brothers and sisters, all you need to do tonight is keep going back to the word. Keep praying, keep going back to the word. Keep praying, keep going back to the word. ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ബാക്കി എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക, വചനത്തിലേക്ക് നോക്കുക, വീണ്ടും പ്രാർത്ഥിക്കുക, വീണ്ടും വചനത്തിൽ നോക്കുക. അതൊരു ദിനചര്യയായിട്ട് മാറേണ്ടിയിരിക്കുന്നു. Keep on praying, sisters and brothers. സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ തന്നെ മുന്നേറുക. Keep on reading the word of God. ദൈവവചനം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. Keep on praising. ദൈവത്തെ ആരാധിച്ചുകൊണ്ടേ Keep on ഇരിക്കുക. confessing. ദൈവത്തിന്റെ വചനം വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. Keep on tithing. ദൈവത്തിന് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. Keep on giving. ദൈവത്തിന് നൽകിക്കൊണ്ടിരിക്കുക. Keep on worshiping. ദൈവത്തെ ആരാധിച്ചുകൊണ്ടേ ഇരിക്കുക. Keep on singing. പാടിക്കൊണ്ടേ ഇരിക്കുക. Keep on shouting. ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ഉച്ചത്തിൽ Keep ഘോഷിച്ചുകൊണ്ടിരിക്കുക. on dancing. ദൈവത്തിന് നൃത്തം ചെയ്തുകൊണ്ടേ ഇരിക്കുക. Because delay is not denial. കാരണം താമസം എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളതിന്റെ അർത്ഥമല്ല. Delay is not denial. താമസം ഇല്ലായ്മയുടെ കാരണമല്ല. Abraham had to wait for 25 years for Isaac, but God gave it to him. ദൈവത്തിന്റെ ദാനത്തിന് വേണ്ടി അബ്രഹാം 25 വർഷം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. But he was not denied. പക്ഷേ അവന് നിരസിക്കപ്പെട്ടില്ല. Joseph had to wait for 15 years, but he was not denied. യോസഫിന് 15 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പക്ഷേ അവനും നിരസിക്കപ്പെട്ടില്ല. Lazarus was delayed for 4 days, but he was not denied. ലാസർ 4 ദിവസം കല്ലറയ്ക്കകത്തിരിക്കേണ്ടി വന്നു, പക്ഷേ അവന്റെ കാര്യവും നിരസിക്കപ്പെട്ടില്ല. In the book of Habakkuk, chapter 2, verse 3. ഹബക്കുക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 3-ാം വചനം ഇങ്ങനെ പറയുന്നു. The Bible says, ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, for the vision is yet for an appointed time. ദർശനത്തിന് അവധി വെച്ചിരിക്കുന്നു. Tonight somebody has an appointed time. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള അവധിയുടെ സമയമാണത്. Somebody here tonight has an appointed time. ഇന്ന് രാത്രി ആരുടെയോ സമയം വന്നിരിക്കുന്നു. I said somebody has an appointed time. ആർക്കോ ഒരു അപ്പോയിന്റഡ് ടൈം വന്നിട്ടുണ്ട്. God says tonight is your appointed time. ദൈവം പറയുന്നു, ഇന്ന് രാത്രി നിന്റെ സമയമാണ്. God has an appointment with you tonight. ഇന്ന് രാത്രി നിങ്ങളുമായി ദൈവത്തിന് ഒരു കൂടിക്കാഴ്ചയുടെ സമയമാണ്. I said God has an appointment with you tonight. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുമായിട്ട് ദൈവം ഒരു കൂടിക്കാഴ്ചയുടെ I don't care who you are. നിങ്ങൾ ആരാന്ന് എനിക്ക് വിഷയമല്ല. I don't care where you are. നിങ്ങൾ എവിടാന്ന് എനിക്ക് വിഷയമല്ല. But God has an appointment with you tonight. പക്ഷേ ഇന്ന് രാത്രി എനിക്കൊന്നറിയാം, ദൈവം നിങ്ങളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആഗ്രഹിക്കുകയാണ്. I don't know the condition of your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ സ്ഥിതി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. I don't know how much you have prayed. നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നു എന്നും എനിക്കറിയില്ല. I don't know how much you read the Bible. നിങ്ങൾ ദൈവവചനം എത്ര ധ്യാനിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. But God sent me to tell you. പക്ഷേ ഇന്ന് രാത്രി നിങ്ങളോട് പറയാൻ എനിക്ക് Tonight is your night. ഇന്ന് രാത്രി നിന്റെ രാത്രിയാണ്. Tonight is your night. ഇന്ന് രാത്രി നിന്റെ രാത്രിയാണ്. I said tonight is your night. ഞാൻ നിങ്ങളോട് പറയുന്നു, You ഈ have a രാത്രി witness. നിങ്ങളുടെ രാത്രിയാണ്. Tonight is your night. ഈ രാത്രി നിങ്ങളുടെ God രാത്രിയാണ്. has an appointment with you. ദൈവത്തിന് ഇന്ന് രാത്രി Shout hallelujah somebody. ആരെങ്കിലും ഹല്ലേലൂയ. God has an appointment with you tonight. Your life is changing tonight. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതം മാറുകയാണ്. The vision is for an appointed time. ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ദൈവം തയ്യാറാകുകയാണ്. But at the end it shall speak. At the end it shall speak.
പക്ഷേ ഒടുവിൽ അത് വരും. Look at the word, my friend. At the end it shall speak. ആ വചനം നോക്കിക്കേ, ഒടുവിൽ അത് വരും. Your vision has a voice. നിന്റെ ദർശനത്തിന് ഒരു ശബ്ദമുണ്ട് അതിനകത്ത്. Your vision has a voice. നിന്റെ ദർശനത്തിന് ഒരു ശബ്ദമുണ്ട്. I said your vision has a voice. ഞാൻ പറയുന്നു നിങ്ങളുടെ ദർശനത്തിന് ഒരു സമയമുണ്ട്. The devil is a liar, but your vision cannot lie. പിശാചിന് നിങ്ങളോട് നുണ പറയാൻ കഴിയും, നിന്റെ ദർശനത്തിന് നിന്നോട് ഭോഷ്ക് പറയാൻ കഴിയുകയില്ല. It shall speak in the end. അത് നിങ്ങളോട് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. Some of you have come to the end of your prayer life. പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് ആരോ വന്നു ചേരുകയാണ്. Some of you have come to the end of your faith. ആരൊക്കെയോ വിശ്വാസത്തിന്റെ സമാപ്തിയിലേക്ക് വരികയാണ്. Some of you have come to the end of your tolerance. ആരൊക്കെയോ സഹനത്തിന്റെ സമാപ്തിയിലേക്ക് എത്തുകയാണ്. But tonight, പക്ഷേ ഇന്ന് രാത്രി, though it was waiting on you, the vision is coming to pass. Surely, I like the word surely. വചനം പറയുന്നു അത് ഉറപ്പായി വരും. Surely it will come. ഉറപ്പായിട്ട് അത് വരും. Tell your neighbor, surely it will come. ഉറപ്പായി അത് വരും. Tell somebody, surely it will come. ആരോടെങ്കിലും പറ, അത് ഉറപ്പായി Surely it വരും. will come. ഉറപ്പായി വരും. Surely it will come. ഉറപ്പായി വരും. I said surely it will come. ഞാൻ പറയുന്നു അത് നിശ്ചയമായി വരും. Say amen, somebody. ഹല്ലേലൂയ. ആരെങ്കിലും Those who believe it will come, say it surely. Surely. ഉറപ്പായി. Surely. നിശ്ചയമായി. Surely. നിശ്ചയമായി. God is saying surely. ദൈവം പറയുന്നു നിശ്ചയമായി. I tell you, every devil got to get out. ഇന്ന് രാത്രി പിശാച് ഓടിയേ പറ്റൂ. Every devil has got to get out. എല്ലാ പിശാചും പുറത്തു പോകാൻ പോകുകയാണ്. If you keep looking at the word, surely, surely, ആ വാക്കൊന്ന് surely, നോക്കി. surely it will come. ഉറപ്പായി ഉറപ്പായി വരും. Hallelujah. Shout hallelujah. Hallelujah. My God, my God, my God. Tonight is your night. ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. Seventh time. The servant went the seventh time. ആ ബാല്യക്കാരൻ 7 പ്രാവശ്യം യാത്ര ചെയ്തു. And the Bible says, ദൈവവചനം പറയുന്നു, he saw a cloud the size of a man's palm. ഒരു കൈപ്പത്തി പോലെ ഒരു മേഘം അവൻ കണ്ടു. Number 1, the sound. Number 2, the sign. ഒന്ന് അവന് മേഘം കണ്ടു, 2 അവനൊരു അടയാളം കണ്ടു. When God gives you a sound, he will also give you a sign. ദൈവം നിങ്ങൾക്കൊരു ശബ്ദം നൽകിയാൽ ദൈവം നിങ്ങൾക്കൊരു അടയാളവും തരും. Hallelujah. ഒരു അടയാളം. A sign for your valley. നിങ്ങളുടെ താഴ്വരയ്ക്ക് ഒരു അടയാളം. A sign for your tears. നിങ്ങളുടെ കണ്ണുനീറുകൾക്ക് ഒരു A അടയാളം. sign for your fears. നിങ്ങളുടെ ഭയത്തിനൊരു അടയാളം. A sign for your brokenness. നിങ്ങളുടെ തകർച്ചയ്ക്ക് ഒരു അടയാളം. A sign for your loneliness. നിങ്ങളുടെ ഒറ്റപ്പെടുത്തലിന് ഒരു അടയാളം. A sign for your brokenness. നിങ്ങളുടെ തകർച്ചയ്ക്ക് ഒരു അടയാളം. A sign for your emptiness. നിങ്ങളുടെ ഇല്ലായ്മയ്ക്ക് ഒരു അടയാളം. A sign for your financial problems. സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഒരു അടയാളം. When the devil thought it was over, God gave a sign. അത് തീർന്നു എന്ന് പിശാച് വിചാരിച്ചപ്പോൾ ദൈവം ഒരു അടയാളം തരികയാണ്. Just when the devil started laughing, God gave a sign. പിശാച് ചിരിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവം ഒരു അടയാളം തരികയാണ്. When the doctor said it's all over, God gave a sign. ഡോക്ടർമാര് തീർന്നു എന്ന് പറയുന്നിടത്ത് ദൈവം ഒരു അടയാളം തരികയാണ്. God will give a sign for every person tonight. ഇന്ന് രാത്രി ഇതിനകത്തുള്ള സകല എണ്ണത്തിനും ദൈവം ഒരു അടയാളം തരാൻ ആഗ്രഹിക്കുന്നു. The sign might be small, but it is a sign. ഒരുപക്ഷേ അതൊരു ചെറിയ അടയാളമായിരിക്കാം, പക്ഷേ അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. You got to learn to dance over a small sign. ഇന്ന് രാത്രി ഒരു ചെറിയ കൈപ്പത്തി പോലുള്ള ഒരു അടയാളത്തിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധാനത്തിൽ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കണം. I'm telling you, a lot of people dance only when the rain comes, but can you dance when the sign comes? ഒരു മഴ വരുമ്പോഴാണ് ആമേൻ ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഒരു അടയാളം കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? It came on the 7th time. അത് വന്നത് 7ാമത്തെ പ്രാവശ്യം. Because 7 in the Bible means completion.
കാരണം വേദപുസ്തകത്തിൽ 7 എന്നുള്ള സംഖ്യ പൂർണ്ണതയുടെ സംഖ്യയാണ്. When your prayer goes through a completion, നിങ്ങളുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ പോകുമ്പോൾ, when you look at the word of God and completion, ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കപ്പെടുന്ന വചനമാകൊണ്ട്, when the meditation of the word takes a completion, ദൈവവചനത്തിന്റെ ധ്യാനം ഒരു പൂർണ്ണതയിലേക്ക് വരുമ്പോൾ, the sign will come. ആ അടയാളം വരും. The sign will come. ആ അടയാളം വരും. Don't give up on the 5th time. Don't give up on the 6th time. Don't give up on the 3rd time. Naaman was told to dip 7th time, but he went in 1st time, nothing happened. 2nd time, nothing happened. 3rd time, nothing happened. 5th time, nothing happened. 6th time, nothing happened. He said, listen, 6th time, nothing happened. They said, go one more time. 7th, and it changed. ഓ നയമാൻ, ആമേൻ. ആ വെള്ളത്തിൽ ഒന്ന് മുങ്ങി ഒന്നും സംഭവിച്ചില്ല, 2 മുങ്ങി ഒന്നും സംഭവിച്ചില്ല, 5 പ്രാവശ്യം മുങ്ങി ഒന്നും സംഭവിച്ചില്ല. എന്നാൽ 7ാമത്തെ പ്രാവശ്യം വെള്ളത്തിനടിയിലേക്ക് പോയ നയമാൻ അതുപോലെ തിരിച്ചു വന്നില്ല. അവൻ തിരിച്ചു വന്നത് അത്ഭുതവുമായിട്ടാണ്. 7th. 7 അത്ഭുതമാണ്. 7. 7 അത്ഭുതമാണ്. When God says 7, you better do 7. ദൈവം 7 എന്ന് പറയുമ്പോൾ അത് 7 തന്നെയാണ്. Amen. ഹല്ലേലൂയ. The 7th time the sign came. 7ാമത്തെ പ്രാവശ്യം ആ അടയാളം വന്നു. He said, sir, there's a sign, but don't jump, don't shout, don't say hallelujah. It's very small. വളരെ പ്രതീക്ഷയോടെ ദൈവത്തിന്റെ ഒരു വിടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഏലിയാവിന്റെ അടുക്കൽ വന്ന് ബാല്യക്കാരൻ പറയുകയാണ്, ഉത്സാഹത്തോടെ ചാടി ഹല്ലേലൂയ പറയാനൊന്നും കാര്യമൊന്നും ഇല്ല, ഞാൻ വന്നപ്പം പിന്നെ ഒരു ചെറിയ മേഘം കണ്ടു. He said, you don't understand. അവനത് മനസ്സിലായില്ല. He began to fold his garments. അവന്റെ വസ്ത്രമെടുത്ത് മടക്കി ഉടുത്തു. He said, go tell Ahab to get down and get out fast. പറ, വേഗ രഥം പൂട്ടിക്കോ. Because when God gives you the sound, കാരണം ദൈവം എപ്പോൾ നിനക്കൊരു ശബ്ദം തരുമോ, and God gives you the sign, അതിനോട് കൂടെ ഒരു അടയാളം വരുമോ, the 3rd thing, God will send you the storm. ഓ മൂന്നാമത്തെ കാര്യം, ദൈവ കാര്യങ്ങളെ നീക്കുപോക്കിലേക്ക് കൊണ്ടുവരും. God will send you a storm. The rain is coming. ദൈവം മൂന്നാമത് ചെയ്യുന്നത് ഒരു വലിയ കൊടും കാറ്റിനെ അയക്കുകയാണ്. He looked at Ahab and he said, Ahab, get your best horses, get your fastest horses, and go fast. If you don't go fast, your chariot will get stuck in the mud. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആഹാബേ, നിനക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല രഥങ്ങളെ കൂട്ടിക്കോ, ഏറ്റവും നല്ല കുതിരകളെ വിളിച്ചോ, എത്രയും വേഗം രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ നിന്റെ രഥത്തിന്റെ ചക്രങ്ങൾ ചെളിയിൽ താഴാൻ സാധ്യതയുണ്ട്. കാരണം ദൈവത്തിനൊരു മഴ വരുന്നുണ്ട്. Tonight, ഇന്ന് രാത്രി you got to get home fast. നിങ്ങൾ വേഗത്തിൽ വീട്ടിലേക്ക് പോകാൻ The ആഗ്രഹിക്കുക. storm of God's blessing is coming. ഓ ആ ദൈവത്തിന്റെ വലിയ മഴ വരുന്നുണ്ട്. For everyone that suffered, God has given you the sound. God has given you a sign. And God is sending a storm. It's a flood. It's a flood of blessing. A flood of healing. It's the rain coming. It's coming. It's coming. It's going to pour tonight. Tonight it's going to pour. It's going to rain. Torrential rain. The weather forecast is there is going to be heavy thunder showers tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തിന്റെ അടയാളം കാണുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രാത്രി അടയാളത്തിന്റെ പിന്നിൽ ഒരു വലിയ കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ആ കൊടുങ്കാറ്റിനകത്ത് ദൈവത്തിനൊരു മഴ വരുന്നുണ്ട്. അതിന് നിന്റെ വീടിനെ നനയ്ക്കും, നിനക്കുള്ള സകലത്തെയും അത് നനയ്ക്കും. അതൊരു അനുഗ്രഹത്തിന്റെ പെരുമഴയാണ്. Oh my God, do I have a witness? ഇന്ന് രാത്രി എനിക്ക് ആരെങ്കിലും ഈ കേട്ട വചനത്തിന് ആരെങ്കിലും ഒരു സാക്ഷിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ കരങ്ങൾ ഞാനൊന്ന് കാണട്ടെ. Verse 44. 44ാമത്തെ വചനം. This is what Elijah said. Go up, say to Ahab, prepare your chariot and go down before the rain stops you. I'm telling you, my friend, the rain, before it stops you, get in and get out, because God is getting ready to turn your wilderness into an oasis. God is getting ready to turn your drought into a drenching rain. ഉള്ള നേരത്തിന് രഥം പൂട്ടി നീ സഞ്ചരിക്കാൻ തുടങ്ങിക്കോ. കാരണം ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. അത് നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് വേഗത്തിൽ രക്ഷപ്പെടുക എന്ന് വചനത്തിൽ കാണുന്നു. And the Bible says, വീണ്ടും വചനം ഇങ്ങനെ പറയുന്നു, Ahab, as he was riding, the rain came too quickly.
and he got stuck in the mud of mediocrity. അവൻ ആഹാബ് തക്ക സമയത്ത് പുറപ്പെടാൻ നിമിത്തം ദൈവവചനം പറയുന്നത് ആഹാബ് യാത്ര ചെയ്തപ്പോൾ രഥത്തിൽ കയറി അവൻ ഓടിപ്പോകുമ്പോൾ അവൻ ചെളിക്കകത്ത് പൂണ്ടുപോയെന്ന്. His chariots got stuck in the mud of mediocrity. അവൻ ചെളിയിൽ താന്നുപോയി, രഥങ്ങൾ ചെളിയിൽ താന്നുപോയി. He had the fastest horses because he was the king. അവൻ ഏറ്റവും നല്ല കുതിരകൾ ഉണ്ടായിരുന്നു. He had the best horses, ഏറ്റവും നല്ല കുതിരകൾ അവനുണ്ടായിരുന്നു. the best transport system. എത്രയും നല്ല ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയിരുന്നു അവനുണ്ടായിരുന്നു. But look at 46 and we'll close. പക്ഷേ 46 വചനം പറയുന്നു, then the hand of the Lord came upon Elijah, യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. and he girded up his loins and ran ahead of Ahab to the entrance of Jezreel. അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തുന്നിടം വരെ ആഹാബിന് മുമ്പായി ഓടി. Listen, ശ്രദ്ധിച്ചേ, Ahab was traveling on horsepower. Elijah was traveling on God's power. ആഹാബ് രഥത്തിന്റെ ശക്തിയിൽ ഓടിയപ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ ഏലിയാവ് ഓടുവാൻ ഇടവന്നു. You have all the cars that you drive, the horsepower. Everything is given in horsepower tonight in this world. എല്ലാ ഊർജ വണ്ടികളും ഓടുന്നത് ഹോഴ്സ് പവറിലാണ്. Right? All your vehicles have been named by horsepower. എല്ലാ വാഹനങ്ങളും അതിന്റെ പവർ കാണിക്കുന്നത് ഹോഴ്സ് പവറിലാണ്. But let me tell you this. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, when the sound is heard, പക്ഷേ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം വന്നാൽ, when the sign is seen, ദൈവത്തിന്റെ കാറ്റ് കേട്ടാൽ, and when the rain comes, മഴ വന്നാൽ, horsepower is not enough. കുതിരശക്തി പോരാ, കുതിരശക്തി പോരാ. You got to run with God's power. നിങ്ങൾക്ക് ദൈവശക്തിയാൽ ഓടേണ്ടി വരും. As Ahab was riding his horses, apart from the sound of the chariot's wheels, he heard the sound of sandals running along. അവന്റെ കുതിര ഓടുമ്പോൾ ആ കുതിരയുടെ കുളമ്പടി ശബ്ദം, അവന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിനെ തോൽപ്പിക്കുന്ന രണ്ട് സാൻഡലിന്റെ ശബ്ദം, രണ്ട് ചെരുപ്പുകളുടെ ശബ്ദം അവൻ കേൾക്കുകയാണ്. He put his ears, അവൻ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. and he said, wait a minute. അവൻ പറഞ്ഞു, ഒരു മിനിറ്റ് നോക്കട്ടെ, I'm the only one who's supposed to be riding. ഇതെന്താണ് സംഭവിക്കുന്നത്? I should be hearing the sound of my chariot's wheels. എന്റെ രഥത്തിന്റെ ചക്രത്തിന്റെ ശബ്ദമാണല്ലോ ഞാൻ കേൾക്കേണ്ടത്. I should be hearing the hooves of my horses. എന്റെ കുളമ്പടി ശബ്ദമാണല്ലോ ഞാൻ കേൾക്കേണ്ടത്. But I'm hearing the sound of sandals. പക്ഷെ ഞാനിപ്പോൾ ചെരുപ്പുകളുടെ ശബ്ദമാണ് കേൾക്കുന്നത്. Come to a conclusion. അവനൊരു കാര്യം തീരുമാനത്തിൽ വരുന്നതിന് മുമ്പ് Elijah ran ahead. ഏലിയാവ് അവനെ തോൽപ്പിച്ച് മുന്നേറി. God sent me to prophesy to you tonight and sent me to tell you, you are running ahead of everything. ഇന്ന് രാത്രി ദൈവം എന്നോട് നിങ്ങളോട് പറയാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ പലതിനെയും പുറകിലാക്കി ഓടാൻ പോകുകയാണ്. You're running ahead. നിങ്ങൾ പലതിനെയും പുറകിലാക്കുകയാണ്, മുമ്പോട്ട് ഓടുകയാണ്. You're running ahead of the king. മുന്നോട്ട് രാജാവിന്റെ മുമ്പിൽ ഓടുകയാണ്. You're running ahead of the horses. നിങ്ങൾ കുതിരയുടെ മുമ്പിൽ ഓടുകയാണ്. You're running ahead of the powers. നിങ്ങൾ ശക്തികൾക്ക് മുമ്പിൽ ഓടുകയാണ്. You're running ahead of all potential. എല്ലാ സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ഓടുകയാണ്. Amen. Hallelujah. Tell your neighbor, I'm running ahead. Excuse me. പറ, ഞാൻ മുമ്പിൽ ഓടുകയാണ്. I'm running ahead. മുന്നോട്ട് ഓടുകയാണ്. I waited too long, but now I'm running ahead. ഞാൻ ഒത്തിരി കാത്തിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഞാൻ മുന്നോട്ട് ഓടുകയാണ്. I waited for too long, but now I'm running ahead. ഞാൻ പലപ്പോഴും വെയിറ്റ് ചെയ്തു, എന്നാൽ ഇന്ന് രാത്രി ഞാൻ മുന്നോട്ട് ഓടുകയാണ്. If you have ever waited long enough, I tell you, you will have the power to run fast enough. ഇന്ന് രാത്രി ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദീർഘനാള് തടസ്സമായിരുന്ന വെയിറ്റ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ മുന്നോട്ട് ഓടാൻ പോകുകയാണ്. If you have waited long enough, you can run fast enough. നിങ്ങൾ ഒത്തിരി നാൾ ഇരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ദൂരത്തിൽ ഓടാൻ കഴിയും. Somebody shout, I'm running ahead. പറ, ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ മുമ്പിൽ ഓടാൻ പോകുകയാണ്. Let me tell you tonight, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, the rain will not overtake you. You will overtake the rain. നിങ്ങളെ മഴ തടസ്സപ്പെടുത്തില്ല, നിങ്ങൾ മഴയ്ക്ക് മുമ്പിൽ ഓടാൻ പോകുകയാണ്. The blessing will not overtake you. You will overtake it. അനുഗ്രഹം നിങ്ങളുടെ മുമ്പിൽ ഓടത്തില്ല, ആ അനുഗ്രഹം നിങ്ങളെ കവച്ചു വെക്കാൻ തയ്യാറാണ്. You will run ahead of everything. നിങ്ങൾ എല്ലാത്തിനെയും മുമ്പിൽ ഓടാൻ പോകുകയാണ്. I came to tell you, you have too much power tonight.
ഇന്ന് രാത്രി നിങ്ങൾക്ക് അധികം ശക്തിയുണ്ട്. No devil can keep pace with you. ഈ ഒരു പിശാചിനും നിങ്ങളോട് ചേർന്ന് വരാൻ കഴിയുകയില്ല. No Usain Bolt can keep pace with you. ഒരു ഉസൈൻ ബോൾട്ടിനും നിങ്ങളോട് തുല്യമായി ഓടാൻ കഴിയുകയില്ല. He might be the fastest man in this physics, but I am fastest in the spirit. അവൻ ഭൗതിക മേഖലയിൽ അവൻ ഏറ്റവും വേഗതയുള്ളവനായിരിക്കാം. ആത്മാവിൽ ഞാൻ അവനെ കവച്ചു വെക്കുകയാണ്. He ran for a gold medal that perishes. I have run for a life eternal crown, a blessing. നശിക്കുന്ന ഒരു സ്വർണ്ണ മെഡലിന് വേണ്ടിയാണ് അവൻ ഓടുന്നതെങ്കിൽ ഞാൻ നിത്യത വരെ നിലനിൽക്കുന്ന, നിത്യതയെ ലഭ്യമാക്കുന്ന ആ സ്വർണ്ണ കിരീടത്തിന് വേണ്ടിയാണ് ഓടുന്നത്. Somebody say, I'm running ahead. ആരെങ്കിലും പറ, ഞാൻ മുമ്പിൽ ഓടുകയാണ്. How can you do it? അതെങ്ങനെ ചെയ്യാൻ കഴിയും? Because the hand of the Lord is upon me. ദൈവത്തിന്റെ കൈ വന്നാൽ അത് നടക്കും. Come on, let's rise to our feet, everybody. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. Everybody rise to your feet tonight. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. The glory of the Lord is here tonight. ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. Every head bowed and every eye closed. എല്ലാ കണ്ണുകളും കർത്താവിന് മുമ്പാകെ അടച്ചാട്ടെ. Every eye closed and every head bowed. എല്ലാ തലകളും വണങ്ങട്ടെ. എല്ലാ തലകളും കർത്താവിന് മുമ്പാകെ വണക്കിക്കൊണ്ട്. Come on. Those of you that need the baptism in the Holy Spirit, every eye closed, every head bowed, slip up. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താൽ നിറയണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ആ കരങ്ങളെ ഒന്ന് ഉയർത്തി കാണിച്ചേ. I'm going to ask the pastors to stand in line in front of you here tonight. എല്ലാ കർത്താവിന്റെ ദാസന്മാരോട് ഞാൻ ആവശ്യപ്പെടുന്നു, നിങ്ങൾ പുറകിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കർത്താവിന്റെ ദാസന്മാർ മുന്നോട്ട് കടന്നു വന്നിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. I want the pastors to stand in line here, and if you have lifted up your hand, come to the front and they're going to pray for you and lead you in the baptism of the Holy Spirit. Those of you that raise your hand, come forward, and all the pastors will lay hands on you tonight. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും ആ കരങ്ങളിൽ ഉയർത്തിവർ നിങ്ങളുടെ കസേര വിട്ടിട്ട് ദയവായി മുന്നോട്ട് വരിക. നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ അഭിഷക്തരായ ദൈവദാസന്മാർ നിങ്ങളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ നിറയ്ക്കാനിടയാകും. Those who want the baptism of the Holy Spirit, those who want to have the baptism of the Holy Spirit with the evidence of speaking in tongues, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അന്യഭാഷ അടയാളത്തോടുകൂടി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ ഓടി മുന്നോട്ട് വരിക. Come on, I need some elders. If the pastors are not enough, I need some elders, sisters who are baptized in the Holy Spirit. Help our sisters here tonight. Brothers who are baptized in the Holy Spirit, help our brothers tonight. Tonight the rain is coming down. The rain of the Holy Ghost is coming. Come on somebody. ഇതിനകത്ത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച എല്ലാ ദൈവദാസന്മാരും പ്രിയ സഹോദരന്മാരുടെ മേൽ കരവച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ച ആരെങ്കിലും സഹോദരിമാർ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്ന ദൈവദാസിമാരുണ്ടെങ്കിൽ അവർ കൂടെ വന്ന് സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദയവായി കടന്നു വന്നാട്ടെ. Lay your hands upon them right now. ആ പ്രിയപ്പെട്ടവരുടെ മേൽ കരവച്ച് പ്രാർത്ഥിക്കുക. As I pray, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ God is going to fill you with the Holy Spirit. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ആത്മാവിനാൽ നിറയ്ക്കാൻ പോകുകയാണ്. Tonight is your immersion night. ഇന്ന് രാത്രി നിങ്ങളുടെ ആരാധനയുടെ The rain is going to fill you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നിറയ്ക്കാൻ പോകുകയാണ്. The mighty rushing wind of God is coming on you. ആ ദൈവത്തിന്റെ കാറ്റ് നിങ്ങളുടെ മേലേക്ക് വരികയാണ്. Now all the ministers, lay your hands on them and start praying for them. എല്ലാ ദൈവത്തിന്റെ ദാസന്മാരും പ്രിയപ്പെട്ടവരുടെ മേൽ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. Father, in the name of Jesus, സ്വർഗ്ഗത്തിലെ പിതാവേ, യേശുവിൻ നാമത്തിൽ we pray for all these brothers and sisters tonight. ഈ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. Baptize them in the Holy Spirit tonight. ഇപ്പോൾ അവരെ ആത്മാവിനാൽ നിറയ്ക്കണമേ. I pray, baptize them in the Holy Spirit tonight. അവരെ ആത്മാവിനാൽ നിറയ്ക്കണമേ. Fill them with the rain now. അവരെ ഇപ്പോൾ മഴയാൽ നിറയ്ക്കണമേ. Fill them with the rain now. അവരെ ഇപ്പോൾ മഴയാൽ നിറയ്ക്കണമേ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. In the name of Jesus. യേശുവിൻ നാമത്തിൽ. Receive the baptism. ഇപ്പോൾ പരിശുദ്ധ ആത്മാവിനാൽ Receive the Holy Spirit. Receive the Holy Spirit now. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുക. Receive it. അതിപ്പോൾ സ്വീകരിക്കുക. Receive it. അതിപ്പോൾ സ്വീകരിക്കുക. Receive it. അതിപ്പോൾ